അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രയാസങ്ങൾ നാം തന്നെ വരുത്തിയുണ്ടാക്കുന്നതാണ്. ചില അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ചില കാര്യങ്ങൾ നാം അവഗണിക്കുന്നുണ്ട്. രാവിലെ എന്നും എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറ്റാൻ ചെറിയ ദിക്റിനെ കുറിച്ച് മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമുക്ക് വലിയ ഖേദമെന്ന് പറയുന്ന നമ്മുടെ സഹോദരിമാരാണ്. സഹോദരിമാർ കാരണം സ്വലാത്ത് മജ്‌ലിസിനൊക്കെ ഒരുപാട് സഹോദരിമാർ ദ്വാരക്കാൻ വേണ്ടി സംഭാവന നൽകും. കാരണം കൂടുതൽ സ്വലാത്ത് മജ്‌ലിസിൽ ഉണ്ടാകുന്ന സഹോദരിമാരാണ്. അവരൊക്കെ വരുന്നത് കുട്ടികൾ നന്നാകാൻ വേണ്ടി ദ്വാ ചെയ്യണം ഉസ്താദെ അങ്ങനെയൊക്കെ പ്രയാസം കൊണ്ടാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ദ്വാരക്കാനും സംഭാവനകളൊക്കെ അവർ നൽകുന്നത് ഏത് സാഹചര്യത്തിൽ എന്നറിയോ? ആരെങ്കിലും ഒന്ന് നിങ്ങളുടെ മകൻ കഞ്ചാവിൻ്റെ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ കള്ളുകുടിയോടെ ഇങ്ങനെ പലതിൻ്റെ അടിമയായിട്ടുണ്ട് എന്ന് നാട്ടുകാർ വന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിൽ തട്ടി വേദന കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം കൊണ്ട് എന്താ നേട്ടം? എന്ത് 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 നേട്ടം കിട്ടാനാ? നോക്കൂ, നമ്മുടെ ചെറുപ്രായത്തിൽ നമ്മുടെ മക്കളെ നാം ദീനിയായ ചിട്ടയിൽ ദീനിയായ രീതിയിൽ ആ മക്കളെ നാം വളർത്തുകയില്ല. ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളിൽ ഇന്ന് ഈ സുബഹിക്ക് എഴുന്നേറ്റ ഉടനെ, കാരണം സുബഹിക്ക് എഴുന്നേറ്റ ഉടനെ നാം പറയേണ്ട ദിക്റുണ്ടല്ലോ, അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദ മാ അമാതനി വഇലൈഹിൻ നുശൂർ. എത്ര പേര് ഇത് പറഞ്ഞിട്ടുണ്ട്? എത്ര പേര് എത്ര എത്ര സഹോദരിമാർ തൻ്റെ മക്കളെ കൊണ്ട് ഇത് പറയിപ്പിച്ചിട്ടുണ്ട്? ഒരു മുസ്ലിമിൻ്റെ പ്രഭാതം എഴുന്നേൽക്കുമ്പോൾ ശ്രദ്ധിക്കണ ദിക്ർ, ഈ ദിക്ർ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറ്റും. അത് കാരണം ഇതിൽ പറയുന്ന അൽഹംദുലില്ലാ, അല്ലാഹ് നിനക്ക് സർവസ്തുതി, നീ ആരാണ്? ലദി അഹ്യാനി, അല്ലാഹ് നീ എന്നെ ഞങ്ങളെ ജീവിപ്പിച്ച റബ്ബേ, അമാതനി, ഞങ്ങൾ ഒരു മരണത്തിൻ്റെ ശേഷം ഇനി ഞങ്ങൾ ഒരു മരണത്തിലേക്ക് വരും, പിന്നെ ഞങ്ങൾ തിരിച്ചു വരാനില്ല എന്ന് മൂന്ന് കാര്യത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഈ ഒരു ദിക്ർ ആരാണ് ഇന്ന് ഭൂരിഭാഗം ഉമ്മമാർ എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മക്കളെ കൊണ്ട് ഇത് പറയിപ്പിച്ചിട്ടുണ്ടാവില്ല. മക്കൾ ചെറുപ്രായത്തിൽ എഴുന്നേറ്റ് നിസ്കരിപ്പിക്കുന്ന കാര്യങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും ചെറുപ്രായത്തിൽ ശ്രദ്ധിക്കുകയില്ല. അള്ളാഹു നമുക്ക് നൽകിയ ആ ഒരു അവസരം നമ്മുടെ ബാധ്യതയല്ലേ? അവസാന മക്കൾ പിഴച്ചു എന്ന് കേൾക്കുമ്പോൾ ആരെങ്കിലും കൂടെ ഓടിന്നോ അല്ലെങ്കിൽ മറ്റു പ്രേമത്തിൽ അകപ്പെട്ടുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു എന്ന് പറയുമ്പോൾ നാം സ്വലാത്ത് മജ്‌ലിസിൽ മറ്റൊരു പോയിന്റ് നിങ്ങൾ കൊടുക്കുന്ന ഈ സംഭാവനകൾ അത് കൊടുക്കേണ്ടതെന്നല്ല, അത് നല്ലതാണ്, കൊടുക്കേണ്ടതാണ്, പ്രാർത്ഥിപ്പിക്കേണ്ടതാണ്. ആ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് ഫലം കിട്ടില്ലെങ്കിൽ ആ കൊടുക്കുന്ന ആ ഉസ്താദിനെങ്കിലും ഫലം കിട്ടും, ഇല്ലെങ്കിൽ ആ പള്ളി കമ്മിറ്റിക്കെങ്കിലും ഫലം കിട്ടും. പള്ളി കമ്മിറ്റി നടത്തി പോകണ്ടേ? പള്ളി നടത്തി പോകണമെങ്കിൽ സംഭാവനയ്ക്ക് വേണമല്ലോ. ഞാൻ കൊടുക്കുന്ന സംഭാവന ഉസ്താദന്മാർക്കുള്ളതല്ല, അത് പള്ളിക്ക് വേണ്ടി ഉള്ളതാണ്. ഉസ്താദന്മാർ വളരെ ആവേശത്തിൽ ദ്വാ ചെയ്യും. എന്തേ? പള്ളി അങ്ങനെ നടന്നു പോകണമല്ലോ. അപ്പം അതുകൊണ്ട് ഗുണമുണ്ട്. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കൂലി പ്രതിഫലമെങ്കിലും കിട്ടും. മക്കളെ നന്നായില്ലെങ്കിലും പ്രതിഫലമെങ്കിലും ഉറപ്പായി കിട്ടും. മക്കൾ നന്നാകാൻ നാം ആദ്യമായി ഒന്നും ശ്രദ്ധിക്കൂല, അവരെല്ലാം അവഗണിക്കും. മറ്റു അവസാനം മക്കൾ എന്തെങ്കിലും പഠിച്ചതിന് പല ഉസ്താദന്മാരുടെ പല തങ്ങന്മാരുടെ പലയിടത്തേക്ക് നിങ്ങൾ ഓടിപ്പോകും. ആ ഓടിപ്പോകലും ആ പ്രാർത്ഥിക്കലും ഒക്കെ നല്ല കാര്യമാണ്. എന്തില്ലെങ്കിൽ ഒരു ഫലമെങ്കിലും ഉണ്ടാകും. നിങ്ങൾക്കില്ലെങ്കിൽ ആ കൊടുക്കുന്ന വാങ്ങുന്ന ഉസ്താദിനെങ്കിലും ഫലം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. ഏതാവട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ചെറുപ്രായത്തിൽ നമ്മുടെ ബാധ്യതയല്ലേ? നാം മക്കളെ പരിഗണിക്കേണ്ടതില്ലേ? ഇവിടെ കാര്യത്തിൽ നാം ശ്രദ്ധ ചെലുത്തേണ്ടതില്ലേ? അള്ളാഹു നമ്മുടെ കയ്യിൽ തന്ന ആ സമയത്ത് നാം ആ മക്കളെ ഇങ്ങനെ വെറുതെ വിട്ടു. മക്കൾ എഴുന്നേൽക്ക്, സ്കൂൾ മദ്രസൊക്കെ ലീവ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം മഴക്കാലമല്ലോ, മഴയുടെ സമയത്തൊക്കെ ഇപ്പം ചില ആളുകൾ, ഞാൻ വാട്സപ്പിൽ ഒരു വോയിസ് കേട്ടു, കാരണം സ്കൂൾ റജ കൊടുത്താലും പ്രശ്നമില്ല, മദ്രസ ഒന്നും റജ കൊടുക്കണ്ടെന്ന്. കാരണം ചായ കിട്ടുമ്പോൾ 10 മണിയാണെന്ന്. തീർച്ചയാണ് ആ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം മദ്രസ ഉണ്ടെങ്കിൽ മാത്രമാണ് പെട്ടെന്ന് എഴുന്നേൽക്കും, ആ മക്കളെ കൊണ്ടുപോകും. ആ മക്കളെ കൊണ്ടുപോകുന്ന സുബഹി നമസ്കരിപ്പിച്ചിട്ടോ എത്രത്തുള്ള ദിക്റുകൾ അവരെ കൊണ്ട് ചൊല്ലിപ്പിച്ചിട്ടോ ഇസ്ലാമിൻ്റെ ആ ചിട്ടങ്ങൾ, ആ ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ അവരെ കൊണ്ടൊന്നും പറയിപ്പിക്കുകയോ ശീലിപ്പിക്കുകയോ ഒന്നും ചെയ്യൂല. അവർ വലുതായതിൻ്റെ ശേഷം നന്നാകുമെന്ന് കൃത്യമായ മദ്രസ പഠിപ്പിക്കുകയോ അതില്ല. 1-ാം ക്ലാസ്സിൽ ഒരു 40 കുട്ടികളുണ്ടെങ്കിൽ അതൊരു 5-ാം ക്ലാസ് കഴിഞ്ഞ് 7-ാം ക്ലാസ്സിനും പിന്നെ 10% കുറയും. ഒരു 10-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പിന്നെ കുട്ടികൾ 10 കുട്ടികളുണ്ടാവും, ചിലപ്പോൾ 50 കുട്ടികൾ, പിന്നെ 10 കുട്ടികൾ, പിന്നെ പല കുട്ടികളും കാണൂല. കാരണം എന്തേ? സ്കൂളിൽ പഠിക്കാനുണ്ട്, അവിടെ A+ കിട്ടണം. ആർക്കാണ് പ്രിയപ്പെട്ടവരെ കൃത്യമായ മദ്രസ പഠിച്ചിട്ട് A+ ഒക്കെ കിട്ടാത്തത്? ഭൗതിക വിദ്യാഭ്യാസം വളരെ നല്ലതാണ്, അതിന് പ്രാധാന്യം നൽകണം. മതവിദ്യാഭ്യാസത്തോടു കൂടി നാം ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. ഭൗതിക വിദ്യാഭ്യാസം ഇതെന്ന് പറഞ്ഞാൽ കാരണം കഴിവുള്ള സമ്പന്നരായ മാതാപിതാക്കളൊക്കെ കുട്ടികളെ മെഡിസിനോ അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇതൊക്കെ നാം നിർത്തിവെക്കണം. നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ, നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥ നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
നമ്മുടെ സമൂഹത്തിൽ എത്ര പേരാണ് എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുമ്പോൾ സിവിൽ സർവീസ് പോലത്തെ നമ്മുടെ മക്കൾ നമ്മുടെ സമൂഹത്തിൽ എത്ര ISR ഓഫീസർ, അതുപോലെ IPC, ഇങ്ങനെ നമ്മുടെ ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്നത് ആരാണ്? ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്നത് പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ, അതായത് മുഖ്യമന്ത്രിയും അതുപോലെ ചീഫ് സെക്രട്ടറിയും അതുപോലെ DGP, ഇത്തരത്തിലുള്ള ഒരു മേഖല നമ്മുടെ മക്കളിനെ നാം വളർത്തേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സമുദായത്തിൽ, ഇതര സമുദായത്തെ എടുത്ത് നോക്ക്, അവിടെ എത്ര എത്ര ആളുകളാണ് നല്ല ഉയർന്ന വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്നത്. നമ്മുടെ സമൂഹം വളരെ പിന്നോക്കം. ഇത് മതഭൗതിക വിദ്യാഭ്യാസത്തോടു കൂടിയാകണം. കാരണം ഭൗതിക മാത്രമാകുമ്പോൾ അവർ മതചിട്ടയിലുണ്ടാവുകയില്ല. അവർ തന്നെ പിന്നെ മതത്തിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. പിന്നെ അവരെ നിയന്ത്രിക്കാൻ വലിയ പാടാണ്. നമ്മുടെ സമുദായത്തിന് ശത്രുക്കളാണെങ്കിൽ അതൊരു പ്രശ്നമല്ല. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള ഉയർന്ന സ്ഥാനത്തേക്ക് എത്തി നമ്മുടെ സമൂഹത്തിനെ തന്നെ വളരെ അവഗണിക്കുന്ന നാം ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഒരുപാട് സംഭവങ്ങൾ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മക്കൾ ചെറുപ്രായത്തിൽ അള്ളാഹു നമ്മുടെ കയ്യിൽ തന്ന സമയത്ത് നാം അവഗണിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ പിന്നെ മക്കളെ വലുതായതിൻ്റെ ശേഷം വളരെ അപകടത്തിലെത്തിയാൽ പിന്നെ ദുഃഖിച്ചൊരു കാര്യമുണ്ടാവില്ല. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും ഉഖ്റവീങ്ങളും അള്ളാഹു ആക്കട്ടെ. അതുകൊണ്ട് ഇസ്ലാമികമായി ചിട്ടയിൽ വളർത്തുക. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, സുബ്ഹിക്ക് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്നുള്ള ദിക്ർ, അത് വലിയ നമ്മുടെ എല്ലാത്തിനും നമുക്ക് ആർജവം നൽകുന്ന, നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കാനൊക്കെ പറ്റിയതാണ്. ഇന്ന് നമ്മുടെ സമൂഹം, നമ്മുടെ സമുദായം ദിക്റുകൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അവഗണിക്കുന്നത് കൊണ്ട് അതിൻ്റെതായ പ്രയാസങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മെ എല്ലാം അള്ളാഹു സ്വാലിഹീങ്ങളും മുഖറവിങ്ങളാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി